വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവൻ തന്നെ പണയപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇടുക്കിയിലെ അണക്കരയിൽ. നിലവിൽ ഫിറ്റ്നസ് ഇല്ലാത്ത 50 വർഷത്തിലധികം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ ഓഫീസും സ്റ്റാഫ് റൂമും കുട്ടികളുടെ കമ്പ്യൂട്ടർ ലാബും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതു നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന കെട്ടിടം. മഴ പെയ്താൽ ചോർന്നൊലിക്കും. കഴിഞ്ഞ 1.5 വർഷമായി ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. ഇതോടെ കുട്ടികളെ മറ്റൊരു താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റി. ആ കെട്ടിടത്തിൽ ആവശ്യത്തിനുള്ള സൗകര്യമില്ല. ഇതോടെ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നത്. സ്റ്റാഫ് മുറിയും ഓഫീസും ഇവിടെ തന്നെ. ഏത് സമയം ഇടിഞ്ഞു വീഴാൻ പറ്റുന്നതാണ്. ഇതൊരു വലിയ അപകടം ഒഴിവാക്കണമെങ്കിൽ കെട്ടിടം പൊളിച്ചേ പറ്റുള്ളൂ. പണി നിർത്തണം, പഠിപ്പിന് നിർത്തണം, എന്നാലേ അപകടം ഒഴിവാകുള്ളൂ. ചോർന്നൊലിക്കാം മൊത്തം. 2019 കിഫ്ബി വഴി 1 കോടി രൂപ വകയിരുത്തി പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതാണ്. 4 വർഷം കൊണ്ട് 90% പണികൾ നടത്തി. രൂപരേഖയിൽ വ്യത്യാസം വരുത്തിയതോടെ 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചാൽ മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയൂ. ഇപ്പോൾ ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഈ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കി ഇവിടെ ഒരു ഗ്രൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. കോർട്ടെല്ലാം കൂടെ അറേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പണി പൂർത്തിയാകുന്നത്. പക്ഷേ അല്പം കാലതാമസം നേരിട്ടുള്ളത് ശരിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് പണി ഇങ്ങനെ കഴിഞ്ഞു നീങ്ങുകയായിരുന്നു. ഏതു നിമിഷവും അപകടം മുന്നിൽ കണ്ട് മാത്രമേ ഈ സ്കൂളിലേക്ക് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓരോ ദിവസവും എത്താൻ കഴിയൂ. ഈ അവസ്ഥ അടിയന്തരമായി പരിഹരിക്കണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി.